ഇങ്ങോട്ട് ഏത് അക്രമം കാണിക്കുന്ന ആളുകൾക്ക് ഹിദായത്ത് കിട്ടണമെന്നേ ആഗ്രഹം ഉണ്ടാവുള്ളൂ. അപ്പോഴും മൂപ്പര് ആഗ്രഹിക്കുന്ന അതാണല്ലോ. എന്നെ ആക്രമിച്ച ആളുകൾ എനിക്കതാലും സ്വർഗം കിട്ടി, ഇവരൊക്കെ നരകത്ത് പോയി നശിക്കട്ടെ എന്നല്ല ആഗ്രഹിക്കുന്നത്. ആ വാക്ക് നിങ്ങൾ ശരിക്കും പഠിച്ചു വെക്കണം. ഹബീബ് നജ്ജാറിന്റെ വാക്ക്, ജന്ന, അദ്ദേഹത്തോട് പറയപ്പെട്ടു മരണാസന്നമായ സമയത്ത് നീ സ്വർഗത്തിൽ പ്രവേശിക്കുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നത്, ഖാല യാ ലൈത ഖൗമി യഅലമൂന ബിമാ ഗഫറ ലി റബ്ബി വജഅലനി മിനൽ മുക്രമീൻ. എന്റെ റബ്ബ് എനിക്ക് പുറത്തു തന്നതും എന്നെ ആദരണീയരിൽ ഉൾപ്പെടുത്തിയതും എന്റെ ജനത അറിഞ്ഞിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ. എന്നാൽ അവർക്കൊക്കെ കാണാൻ പറ്റുകയാണെങ്കിൽ എല്ലാവരും വിശ്വസിക്കുമായിരുന്നു കേട്ടോ. അപ്പൊ അവർക്കൊക്കെ ഹിദായത്ത് കിട്ടുമായിരുന്നു. അപ്പൊ അവരൊക്കെ ഈ സ്വർഗീയമായ സുഖമാസ്വദിക്കുമായിരുന്നു. എന്തെയാണ് നിഭക്തി അങ്ങോട്ട് പോയിട്ട് പറഞ്ഞു കൊടുക്കാൻ കഴിയില്ലല്ലോ. അല്ലെങ്കിൽ മരണസമയത്ത് കാണുന്ന ഈ സ്വർഗീയ രഹസ്യം മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ കഴിയില്ലല്ലോ. അതൊരു വല്ലാത്ത പ്രതിസന്ധി തന്നെയാണ് കേട്ടോ. സജ്ജനങ്ങളായ ആളുകൾക്ക് മരിക്കുമ്പോഴൊക്കെ അവർക്കൊക്കെ ആഗ്രഹം ഉണ്ടാവും, പഠിച്ചോനെ നമ്മൾക്ക് കിട്ടിയത് എങ്ങനെയാണ് ഇപ്പൊ ജനങ്ങൾ ഇത് അറിയാ. അവർക്കത് അറിയിച്ചു കൊടുക്കാൻ ഒരു മാർഗമില്ല. കാരണം നമ്മളിഞ്ഞ് നേരെ പോവാണെങ്കിൽ ഇങ്ങോട്ടില്ലല്ലോ. ഒക്കെ ബോർഡിംഗ് പാസ് വാങ്ങിയിട്ട് പോയി ബോർഡിംഗ് പാസ് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പുറത്തു വരാൻ പറ്റൂല. എല്ലാം വാങ്ങി ചെക്കൗട്ടൊക്കെ ചെക്കിനൊക്കെ കഴിഞ്ഞിട്ട് അകത്ത് പോയില്ലേ, ഇനി പുറത്തു വന്നാണ് ഒന്നുകൂടി യാത്ര പറയാൻ, അല്ലെങ്കിൽ വിവരം പറയാൻ പറ്റൂലല്ലോ. എല്ലാം കിട്ടിയിട്ട് അവരെ നേരെ ഇനി അങ്ങോട്ട് മാത്രമേ ഉള്ളൂ, ഇനി ഇങ്ങോട്ട് തിരിച്ചു വരാൻ പറ്റൂല. പക്ഷെ അവരാഗ്രഹിച്ചു പോകും തിരിച്ചു വന്നിട്ട് ഇതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കരുത് നമ്മളെ നാട്ടുകാർക്ക്. ഇതാരും അറിയാത്തത് കൊണ്ടാണ്, ആരും അനുഭവിക്കാത്തത് കൊണ്ടാണ്. നമുക്ക് അനുഭവിക്കാൻ മാർഗമല്ല, വിശ്വസിക്കാൻ മാത്രമേ മാർഗമുള്ളൂ. അതാണ് വിശ്വാസം. ഇസ്ലാമിന്റെ ദീനിന്റെ ശരിയായ വിശ്വാസം എന്ന് പറഞ്ഞാൽ നമ്മളിതൊന്നും അനുഭവിച്ചിട്ട് വിശ്വസിക്കാൻ കഴിയില്ല. അനുഭവിക്കുമ്പോഴേക്ക് കാലം കഴിഞ്ഞു. അനുഭവിച്ചിട്ട് വിശ്വസിച്ചല്ലോ അത്. ഇതൊക്കെ ഒരുതരം വിശ്വാസം, അന്ധവിശ്വാസമാണ്. ദീൻ എന്ന് പറഞ്ഞാൽ തന്നെ അന്ധവിശ്വാസമല്ലേ. നമ്മൾ വിചാരിക്കും നമ്മൾ അന്ധവിശ്വാസികളാകാൻ പാടില്ല. ശരിക്കും അന്ധവിശ്വാസമാണത്. കാരണം ഒരു തെളിവില്ലല്ലോ. ഏത് കൂട്ടർക്ക് അവിടെ സ്വർഗം ഉണ്ടെങ്കിലും തെളിവ് വരാൻ കഴിയുക? ആരെങ്കിലും പറയാം ഞങ്ങൾ ഇത് കണ്ടിട്ടാണ് വിശ്വസിക്കുന്നത്? ഒരാൾ വിശ്വസിക്കണില്ല. ശരിയാന്ന് ആരും പറയുന്നില്ല. ഏതെങ്കിലും വിഭാഗങ്ങൾ മുസ്ലിങ്ങളെ കൂട്ടത്തിൽ സ്വർഗമില്ലാന്ന് പറയുന്നതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഏതെങ്കിലും കൗമ പറഞ്ഞതായിട്ട് ഏതെങ്കിലും വിഭാഗങ്ങൾ ആരും പറഞ്ഞിട്ടുണ്ടാവില്ല. എന്നാ ഇവരാരെങ്കിലും ഇത് കണ്ടിട്ടുണ്ടോ? നമ്മൾ ഇതിന്റെ മുമ്പേ അന്ധവിശ്വാസികളാണെന്ന് വെക്കുക. ഈ അന്ധം ഉള്ള ആളുകളുണ്ടല്ലോ, ഇവരാരെങ്കിലും ഞങ്ങൾ കണ്ടിട്ടാ വിശ്വസിക്കുന്ന പറഞ്ഞങ്ങൾ കേട്ടിട്ട? എല്ലാവരും അന്ധവിശ്വാസികൾ തന്നെ. ഒക്കെ കണ്ണടച്ചാണ്ട് വിശ്വസിക്കാണ്. ആകെപ്പാടെ നമ്മളെ കയ്യിലുള്ള റസൂല് പറഞ്ഞു എന്നുള്ളത് മാത്രമാണ്. നബി പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ സ്വർഗമുണ്ട്, ഞാനത് കണ്ടു വന്നതാണ്. അത് നമ്മൾ വിശ്വസിക്കുന്നതാണ്. നമ്മൾക്കറിയാം നബി അതൊക്കെ പോകാൻ പറ്റിയ ആളാണ്, സ്വർഗത്തിൽ പോയിട്ടുണ്ട്, നരകത്ത് പോയിട്ടുണ്ട്. നമ്മളെ നബി അങ്ങനത്തെ നബിയാണല്ലോ, ഒരു അസാധാരണ മനുഷ്യനാണല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മൾക്കത് വിശ്വസിക്കാം ധൈര്യമായിട്ട്. ഇതല്ലാതെ എന്ത് ന്യായമാണ് നമ്മളെ മുന്നിലുള്ളത്? പക്ഷേ അല്ലാഹു തആല ഖുർആനിൽ പറയുന്നുണ്ട്, സജ്ജനങ്ങളായ ആളുകൾക്ക് അത് ദുനിയാവിൽ നിന്ന് അവർ പോകുന്നതിന്റെ ഇടയ്ക്കാൻ അവർക്ക് അത് ആസ്വദിക്കാൻ കഴിയും മരണാസന്നരായ സമയത്ത്. പക്ഷെ അവർക്ക് നമ്മളോടത് ഉത്ബോധിപ്പിച്ചു തരാൻ ചാൻസ് ഉണ്ടാവില്ല. അവർ പോയി കഴിഞ്ഞു. അവരുടെ ദുനിയാവിലെ ചാൻസ് ഒക്കെ നഷ്ടപ്പെട്ട് അവർ ബോർഡിംഗ് പാസ് വാങ്ങിയിട്ട് പുറത്തു പോയി കഴിഞ്ഞു. ഇനി അവർക്ക് നമ്മളെ ബോധ്യപ്പെടുത്തി തരാൻ കഴിയില്ല. وما أنزلنا على قومه من بعده من جند من السماء وما كنا منزلين إن كانت إلا صيحة واحدة فإذا هم خامدون. എന്ത് സംഭവിച്ചോറിയോ? ഹബീബ് നജ്ജാർ പോയി, അമ്പിയാക്കന്മാരും പോയി കഴിഞ്ഞു, പ്രവാചകന്മാരും പോയി കഴിഞ്ഞു, ഹബീബ് നജ്ജാർ എന്ന വിശ്വാസിയും പോയി. ബാക്കിയായത് നിഷേധികളായ ചണ്ഡികളായ ജനത മാത്രമാണ്, അന്താശയക്കാർ. അവർക്കെന്താണ് സംഭവിച്ചത് എന്ന് അല്ലാഹു തആല പറയുന്നുണ്ട്. വമാ അൻസൽനാ അലാ ഖൗമിഹി മിൻ ബഅദിഹി മിൻ ജുന്ദിൻ മിനസ് സമാ. ഹബീബ് നജ്ജാറിന്റെ ശേഷം അദ്ദേഹത്തിന്റെ ജനതയ്ക്ക് മേൽ ഞാൻ ആകാശത്ത് നിന്നൊരു സൈന്യത്തെ ഇറക്കിയിട്ടില്ല. ഒരു കൗമിനെ നശിപ്പിക്കാൻ ഞാനൊരു വലിയ സൈന്യത്തെ, കാരണം അന്താക്കിയക്കാരല്ലേ, 3 നബിനെയും ഒരു ഹബീബ് നജ്ജാറിനെയും കൊന്ന ആളുകളല്ലേ, അതുകൊണ്ട് ഭയങ്കരന്മാരാന്ന് വിചാരിച്ച അല്ലാഹു തആല 1000 അംഗങ്ങളുള്ള സൈന്യത്തെ ഇറക്കിയിട്ടില്ല എന്നാണ് അല്ലാഹ് പറയുന്നത്. വമാ കുന്നാ മുൻസിലീൻ, നാം അങ്ങനെ ഇറക്കാറുമില്ല. ഒരു കൗമിനെ നശിപ്പിക്കാൻ ഞാൻ ഒരിക്കലും തന്നെ ഒരു സൈന്യത്തെ അയക്കാറില്ല. സംഭവിച്ചതെന്താണ്? ഇൻ കാനത്ത് ഇല്ലാ സ്വൈഹത്തം വാഹിദാ, ഒരൊറ്റ നിമിഷത്തിന്റെ ഘോരമായ അട്ടഹാസമായിരുന്നു അത്. ഫഇദാഹും ഖാമിദൂൻ, പിന്നെ നോക്കുമ്പോൾ അന്താക്കിയ വെണ്ണീറായി കിടക്കുകയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കണം,
ഏത് നിഷേധിക്കും അതിന് അല്ലാഹു തആല അവസരം കൊടുക്കും നിഷേധിക്കാൻ. പക്ഷേ അവസാനം അവനെ നശിപ്പിക്കാൻ അല്ലാഹു തആലക്ക് ഒരു സൈന്യത്തിന്റെ അകമ്പടി വേണ്ട. ഏത് ധിക്കാരികളും ഞങ്ങൾ എത്ര ശക്തരാണെന്ന് തോന്നുന്ന ആളുകളെയും നശിപ്പിക്കാൻ ഇല്ലാ സൈഹത്തം വാഹിദ, ഒരൊറ്റ നിമിഷത്തിന്റെ ഒരട്ടഹാസമല്ലാതെ അല്ലാഹു തആലക്ക് ആവശ്യമില്ല. അത് കഴിയുമ്പോൾ ആ ജനത മുഴുവനും ചാരമായി കിടക്കുന്നുണ്ടാകും. എന്താ സംഭവിച്ചത് നിങ്ങൾ ഓർത്തു നോക്കണം. ഇറാഖിൽ ഒരു കെട്ടിടം തകർക്കാൻ, അല്ലെങ്കിൽ ഒരു 10,000 ആളെ തകർക്കാൻ 25 ദിവസവും 12,000 ടണ്ണ് ബോംബ് ഇടേണ്ടി വന്നില്ലേ? അല്ലേ? അതല്ലേ ചെയ്തത്? എന്നിട്ട് എത്ര ആളുകളവിടെ വെണ്ണീറായി പോയി? നിങ്ങൾ മനസ്സിലാക്കണം, ഗുജറാത്തിൽ 1.5 ലക്ഷം ആളുകളെ നശിപ്പിക്കാൻ അല്ലാഹു തആലക്ക് വേണ്ടി വന്നത് 29 സെക്കൻഡാണ്. ഒരു ഭൂകമ്പം ഉണ്ടായിട്ട്. ഇതാണ് അല്ലാഹുവിന്റെ ഖുദ്റത്ത്, ഇതാണ് അല്ലാഹുവിന്റെ കഴിവ്. നിങ്ങൾ ലോകശക്തി എന്നൊക്കെ പറഞ്ഞ് അവരെ ഭയപ്പെടുകയും അവരുടെ ശക്തിയെ വലിയ പത്രങ്ങളിലൊക്കെ എന്തായിരുന്നു അവരുടെ ശക്തി. പക്ഷേ അല്ലാഹു തആല 1.5 ലക്ഷം ആളുകളെ ഗുജറാത്തിലെ ഭുജ് എന്ന നഗരത്തിലും പരിസര പ്രദേശങ്ങളിലുമായിട്ട് ഒരിക്കൽ നശിപ്പിച്ചത് ഭൂകമ്പം ഉണ്ടായത് ഓർമ്മയില്ലേ നിങ്ങൾക്ക്? ഗുജറാത്തിൽ 2 കൊല്ലം മുമ്പ് ആ ഭൂകമ്പത്തിന്റെ സമയത്ത് 1.5 ലക്ഷം ആളുകൾ മണ്ണിലടിയിലായി പോയിട്ടുണ്ട്. ഞാനത് കണ്ടുകൊണ്ട് കണ്ട ആളാണ്. പോയിട്ട് ഭൂകമ്പം കാണാൻ വേണ്ടി ഇവിടുന്ന് വണ്ടി കയറിയ ആളാണ് ഞാൻ. ഗുജറാത്തിന്റെ തെരുവുകളിൽ ഞാനൊന്ന് നടന്നതാണ്. എത്രയെത്ര കെട്ടിടങ്ങളാണ് തകർന്നു പോയത്. ആ കെട്ടിടത്തിന്റെ അടിയിൽ കിടക്കുന്ന മനുഷ്യർ അതിന്റെ അടിയിൽ തന്നെ കിടക്കുകയാണ് ഇന്നും. അവരെ കുഴിച്ചെടുക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. എന്ത് രക്ഷാപ്രവർത്തനം എന്നൊക്കെ നമ്മൾ പറഞ്ഞത് വെറുതെയാണ്. ഇതുപോലത്തെ ഒറ്റപ്പെട്ട കെട്ടിടങ്ങളൊക്കെ വീണ രക്ഷാപ്രവർത്തകന്മാർക്ക് അത് ക്രെയിൻ ഉപയോഗിച്ച് പൊക്കിയിട്ട് അടിയിൽ ആരുണ്ടോ നോക്കാം. 6 നിലയിലൊരു കെട്ടിടം തകർന്നു പോയാൽ അത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അത് പൊക്കാൻ പറ്റിയ ക്രെയിന് ലോകത്തുണ്ടോ? അതിന്റെ അടിയിൽ പോയിട്ട് അത് തട്ടിപ്പൊളിച്ചു നോക്കാൻ ഏതെങ്കിലും ജീവൻ പേടിയുള്ള ആളുകൾക്ക് രക്ഷാപ്രവർത്തകന്റെ ധൈര്യം വരുമോ? അതങ്ങനെ തന്നെ കിടന്ന് കെമിക്കൽ അടിച്ചു കൊടുക്കരുത് ഉള്ളിലേക്ക് ദുർഗന്ധമില്ലാതിരിക്കാൻ വേണ്ടി. 1.5 ലക്ഷം ആളുകളെ കൊന്നുകളയാൻ, നശിപ്പിച്ചു കളയാൻ അല്ലാഹു തആലക്ക് വേണ്ടി വന്ന സമയം 29 സെക്കൻഡാണ്. അതായത് അര മിനിറ്റ് മുഴുവൻ വേണ്ടി വന്നിട്ടില്ല. 3 ആഴ്ചയിലധികം ബോംബിട്ടിട്ട് 10,000 ആളുകൾ ഇറാഖിൽ മരിച്ചിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കണം, ഇതാണ് അല്ലാഹു തആലാന്റെ ഖുദ്റത്ത്. അല്ലാഹു നശിപ്പിക്കുന്ന അങ്ങനെയാണ്. അല്ലാഹു നശിപ്പിക്കണം എന്ന് വിചാരിച്ചാൽ അല്ലാഹു തആലക്ക് സൈന്യത്തെ അയക്കണ്ട. അല്ലാഹു തആലക്ക് ജനതയെ നശിപ്പിക്കാൻ അകമ്പടിയുടെ ആവശ്യമില്ല. വലിയ ബോംബുകളും ആയുധങ്ങളും അല്ലാഹു തആലക്ക് വേണ്ട. നല്ലതുപോലെ സൂറത്ത് യാസീൻ ഓതുമ്പോൾ മനസ്സിലാക്കിക്കൊള്ളണം, ഇൻകാനത ഇല്ലാ സൈഹത്തം വാഹിദ, അത് ഒരു നിമിഷത്തിന്റെ ഘോരമായ അട്ടഹാസമല്ലാതെ മറ്റൊന്നുമായിരുന്നില്ല. ആ ഭയാനകമായ ശബ്ദത്തിൽ 1 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ഫഇദാഹും ഖാമിദൂൻ, അവര് ചത്തടിഞ്ഞ് ചാരമായി കിടക്കുകയായിരുന്നു. ഒരു മനുഷ്യൻ പോലും മനുഷ്യന്റെ കോലത്തിൽ പിന്നെ ബാക്കിയായിട്ടുണ്ടായിരുന്നില്ല. ആ ജനതയെ അല്ലാഹു തആല നശിപ്പിച്ച കളയുകയാണ് ഉണ്ടായത്. അന്താക്കിയക്കാർ, പ്രവാചകന്മാർ നിഷേധിച്ച ആളുകൾ. ഈ കഥയെപ്പറ്റി അല്ലാഹു പറഞ്ഞത് വളിരിബ് ലഹും മസലാ, റസൂലേ ജനങ്ങൾക്ക് ഉദാഹരണമായിട്ട് തങ്ങളിത് പറഞ്ഞു കൊടുക്കണേ. വിശുദ്ധ ഖുർആൻ സൂറത്ത് യാസീൻ നമുക്ക് നൽകുന്ന ഉജ്ജ്വലമായ പാഠങ്ങൾ. 29 ആയത്തുകൾ സൂറത്ത് യാസീനിൽ നാം ഓതിക്കഴിയുമ്പോൾ എന്തൊക്കെ മഹാത്ഭുതങ്ങളാണ് സംഭവിച്ചത് എന്ന് നിങ്ങൾ കണ്ടില്ലേ? ഇതാണ് ഖുർആന്റെ ശൈലി. നിങ്ങൾക്കിപ്പോ ആഗ്രഹിക്കുന്നുണ്ടാവും, പഠിച്ചോനെ ഈ 6666 ആയത്തും കൂടി പഠിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അല്ലേ? എന്തൊക്കെയാണ് അല്ലാഹു തആല ക്രമത്തെ ഇങ്ങനെ പറഞ്ഞു പോവുകയാണ്. ഇതിൽ ഉജ്ജ്വലമായ കഥകളുണ്ട്, തകർന്നുപോയ മുൻ തലമുറകളുടെ ചരിത്രമുണ്ട്, പരലോകത്തെക്കുറിച്ചുള്ള സ്പഷ്ടമായ വിവരണങ്ങളുണ്ട്, വിശ്വാസികൾക്ക് ലഭിക്കാൻ പോകുന്ന അത്യുന്നതമായ പ്രതിഫലമുണ്ട്, നിഷേധികൾക്ക് ലഭിക്കാൻ പോകുന്ന അദാബുകളുണ്ട്, ദുന്യാവിൽ നിഷേധികളായ ആളുകൾക്ക് സംഭവിക്കുന്ന ഭൗതികമായ ആന്ത്യത്തെക്കുറിച്ചുള്ള വിശദീകരണങ്ങളുണ്ട്, പ്രവാചകന്മാരുടെ അത്യത്ഭുതകരമായ പ്രബോധനത്തിന്റെ കഥകളുണ്ട്, അവരനുഭവിച്ച പീഡനങ്ങളും അവർ നേരിട്ട കഷ്ടപ്പാടുകളും അവരുടെ കഠിനമായ ക്ഷമയുടെയും മഹോന്നതമായ അവതരണങ്ങളുണ്ട്. എല്ലാം ഉൾക്കൊള്ളുന്നതാണ് ഖുർആൻ. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ മുന്നിൽ വെക്കുന്നത് ദൃഷ്ടാന്തങ്ങളാണ്, ചൂണ്ടിക്കാണിക്കാണ്. ഇത് കണ്ടോ നിങ്ങൾ, അത് കണ്ടോ നിങ്ങൾ, ആ സൂര്യനെ കണ്ടോ, ഈ ചന്ദ്രനെ കണ്ടോ, ഈ തെങ്ങിനെ കണ്ടോ, ഈ ചെടികളെ കണ്ടോ, ആ കടലിലെ കപ്പൽ കണ്ടോ, നിങ്ങൾക്ക് ഇതിലൊക്കെ ദൃഷ്ടാന്തമില്ലേ? അതിന്റെ അത്ഭുതങ്ങൾ, അതിനെ അല്ലാഹു തആല കൺട്രോൾ ചെയ്യുന്നത്, അതിന്റെ നിയന്ത്രണ സംവിധാനം, അതിന് അല്ലാഹു തആല ഉപയോഗിക്കുന്ന റിമോട്ട്, എല്ലാം അടുത്ത ആയത്തുകളിൽ വിശദീകരിക്കാൻ പോവുകയാണ്. ഇൻഷാ അല്ലാഹ് അതെല്ലാം അടുത്ത ദിവസം നാളത്തെ വിശദീകരണത്തിൽ പറയാമെന്ന് പറഞ്ഞ് ഇന്ന് തൽക്കാലം ഞാൻ ഇത് അവസാനിപ്പിക്കുകയാണ്. എല്ലാ ദിവസവും കറക്റ്റായിട്ട്
10:30 മണിക്ക് തന്നെ തുടങ്ങും കേട്ടോ. ഇന്ന് കുറച്ച് വൈകിപ്പോയതാണ്. ഇനി വൈകലുണ്ടാവില്ല. കൃത്യം 10:30 മണിക്ക് തുടങ്ങും, 12:30 മണിക്ക് അവസാനിക്കുകയും ചെയ്യും. നിങ്ങൾക്ക് സുഖമായിട്ട് വീട്ടിൽ പോകാൻ പറ്റും. തൽക്കാലം ഇന്നത്തെ ഈ ഹ്രസ്വമായ ഖുർആൻ പാഠങ്ങൾ നാം അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ. ഒരാള് സൂഫിയാജി സംഭാവന ചെയ്തിട്ടുണ്ട്, ഉമ്മാക്കും വാപ്പാക്കും വേണ്ടി ദ്വാരക്കാൻ വേണ്ടി. അങ്ങനെ കൊടുക്കുന്നതൊക്കെ നിങ്ങൾ നേരത്തെ എത്തിച്ചു കൊടുത്താൽ ഇൻഷാ അല്ലാഹ് അവസാനം ദ്വാരക്കണ കൂട്ടത്തിൽ എല്ലാം ഉൾപ്പെടുത്തിയിട്ട് എല്ലാവർക്കും വേണ്ടിയിട്ടും സദഖ ചെയ്ത ആളുകൾക്ക് വേണ്ടി, അവർ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് വേണ്ടി, മരിച്ചുപോയ ആളുകൾക്ക് വേണ്ടിയൊക്കെ ദുആ ചെയ്യുന്നതാണ് ഇൻഷാ അല്ലാഹ് എന്ന് ഞാൻ ഇടയ്ക്ക് വെച്ച് ഓർമ്മപ്പെടുത്തുക.